ഈ കാണുന്നത് പിരിയം മിളക്. കുറച്ച് നാളായി ഇതിവിടെ നിൽക്കണു. ഇതില് ഈ കാണുന്ന മിളകൊക്കെ ഈ പിരിയം മിളകിന്റെ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞു. ഇതാണ് ആദ്യം ഉണ്ടായ മിളക്. അപ്പൊ ഇത് കണ്ട ഡ്രൈ ആയിട്ട് ഇതുപോലെ വരും. ഇത് ശരിക്കും പൊട്ടിച്ച് ഉണക്കാണ് വേണ്ടത്. ഇതിങ്ങനെ ഇതുമ്പോ നിന്നു. ഇത് വിത്തിനായിട്ട് എടുക്കാം. അപ്പൊ ഇതിപ്പോ ഞാൻ കട്ട് ചെയ്യാൻ പോണത്. ഇതിന്മേലുള്ള ഓൾമോസ്റ്റ് എല്ലാ മിളകും ഇപ്പൊ പഴുത്തു കഴിഞ്ഞു. ഇത് നിന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഇത് കാണാം. ഇത് കണ്ട ഇതൊക്കെ ഇങ്ങനെ ഓരോ സ്പോട്ടൊക്കെ വന്ന് ചിലപ്പോൾ കേടായും പോവാം. അപ്പൊ ഇത് വിടാൻ പറ്റില്ല. ഇതില് ഞാൻ ഇത് കട്ട് ചെയ്യാം. ഇത് ഒരെണ്ണം കട്ട് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ ഇത് പിരിയൻ മിളക് എന്ന് നമ്മുടെ നാട്ടിൽ പറയണ പിരിയൻ മിളക് കാശ്മീരി ചില്ലി അല്ല. ഇത് കാശ്മീരി ചില്ലി അല്ല എന്ന് ഇത് തന്നവരെന്നെ പറഞ്ഞു. കാശ്മീരി ചില്ലി എങ്ങനെ ഇരിക്കും നമുക്ക് അറിയില്ല. നമുക്ക് ചില്ലി പൗഡർ യൂസ് ചെയ്ത് പരിചയമുള്ളൂ. അപ്പോൾ ഇന്നലെ ഞാൻ ഷോപ്പിൽ ചെന്നിട്ട് ഡബിൾ ഓൾസിൻ്റെ ഒന്നുണ്ട്. ഡബിൾ ഓൾസ് തൃശ്ശൂരുള്ള ഒരു കമ്പനിയാണ്. അവരുടെ കാശ്മീരി ചില്ലി 100 ഗ്രാമിന് 60 രൂപയോ മറ്റോ പറഞ്ഞു. അപ്പോൾ നല്ല വിലയുണ്ട് കാശ്മീരി ചില്ലിക്ക്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് 10 കൊല്ലങ്ങളായിട്ടാണ് നമ്മുടെ അവിടെ കേരളത്തിലൊക്കെ കാശ്മീരി ചില്ലി കുറേയേറെ റെസിപ്പികളിലുണ്ട്. അപ്പോൾ അതിനൊക്കെ ഡിമാൻഡായി. എന്തായാലും ഇത് ഈ പിരിയം മിളക് എന്ന് മലയാളത്തിൽ പറയുന്നെങ്കിലും ഇത് ഇംഗ്ലീഷിൽ ഞാൻ നോക്കുമ്പോൾ ഇതിൻ്റെ പേര് ചിപ്പോട്ട്ലെ ചില്ലി എന്നാണ്. ചിപ്പോട്ട്ലെ നിങ്ങളിപ്പോൾ വിദേശത്തൊക്കെ ഉള്ളവർക്ക് ഇപ്പോൾ ചിലവർക്കൊക്കെ കേട്ട് പരിചയം ഉണ്ടാവും. ചിപ്പോട്ട്ലെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിപ്പ് സോസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ മെക്സിക്കനാണ് ആക്ച്വലി. ചിപ്പോട്ട്ലെ ഡിപ്പ് സോസ് മെക്സിക്കോന്ന് ഒറിജിൻ വന്നിട്ടുള്ളത്. അപ്പം അത് ഈ ചിക്കൻ്റെ ഡിഷുകൾ അങ്ങനെയുള്ള ഇതിലൊക്കെയാണ് ഇത് ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയത് വെച്ചിട്ട്. അപ്പം ഇതിൻ്റെ കൂടെ വേറെ ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയിട്ട് ഇതിന് മാഷ് അല്ലെങ്കിൽ അരച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സോസാണ്. നല്ല രസമാണ്. ഇത്തിരി മധുരമുണ്ട് അതിന്. കാഷ്നട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ മയണൈസ്, ഒലിവ് ഓയിൽ ചേർക്കും ലാസ്റ്റിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഒരു ഡിപ്പ് സോസിനായിട്ടാണ് ഇപ്പോൾ ഈ മിളക് യൂസ് ചെയ്യുന്നത്. ഇതിനധികം എരിവില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പിരിയം മിളകായാലും അറിയാലോ, അധികം എരിവില്ല ഇതിന്. ഈ റെഡ് കളറ്, അപ്പോൾ നല്ല കളറ് കിട്ടും. എരിവ് കുറവാണ്. അതേസമയം മറ്റ് നമ്മുടെ ഈ നാടൻ കേരളത്തിലെ ഇപ്പോൾ ഈ കിഴക്കൻ മിളകോ അല്ലെങ്കിൽ മറ്റ് മിളകുകളുടെ പോലെയല്ല. ഒരു പ്രത്യേക കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റെ. ഈ ഇപ്പോൾ ഇന്റർനെറ്റിൽ അടിച്ചു നോക്കിയാൽ ഈ ചിപ്പോട്ട്ലെ ഡിപ്പ് സോസ് ഒരു ലൈറ്റ് ഓറഞ്ച് കളറിലാണ് ഇത് ആ ഒരു ചിപ്പോട്ട്ലെ ഡിപ്പ് സോസിൽ കാണുന്നുണ്ടാവുക. ഇത് ഞാൻ കട്ട് ചെയ്യാണ്. കുറച്ചെണ്ണുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഈ പറഞ്ഞ ഡിപ്പ് സോസ് തന്നെ ഉണ്ടാക്കാം. ഇതിന്മേൽ കൂടുണ്ട്. ഇതിൻ്റെ കുറച്ച് ഒരു 2, 3, 4 ചെടിയുണ്ട് മൊത്തം. ഇവിടെ ടെറസിൽ നിൽക്കുന്നുണ്ട്. ഇതിന്മേലൊക്കെ കൂടുണ്ട്. ഇതുപോലെ 2 ചെടികൾ താഴെ നിൽക്കുന്നുണ്ട്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇതെന്നാണ്. ഇപ്പോൾ ഇതിലെ ഇലകളൊക്കെ ഇതിൻ്റെ ഇലകൾ കുറച്ച് ഈ മിളക് പൊതുവെ കേടുകൾ കൂടുതലുള്ളൊരു ചെടി എന്ന് പറഞ്ഞാൽ അറിയാലോ. പച്ചമുളകിനെ സംരക്ഷിച്ച് കൊണ്ടുനടന്ന് മിളകുണ്ടാക്കി കിട്ടല് എളുപ്പമല്ല. അപ്പം അത് ഇതിനുണ്ട് ആ പ്രശ്നം. പിന്നെ ഇപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ഇത് അത്ര അങ്ങോട്ട് അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഈ വലിപ്പം ഇത് ചെറുതാണ്. ഓഫ് കോഴ്സ് ഇത് കണ്ട ഇതൊക്കെ ഇതുപോലെ പിരിയമുളകായി വരും. ഇങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കണം. അപ്പോൾ പിരിയമുളകായി. ഞാനിപ്പോൾ ഇത് വെയിലത്ത് വെച്ച് ഉണക്കുകയല്ല, ഞാൻ ഡിപ്പ് സോസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പൊതുവെ വൈകിട്ട് നേരത്തൊക്കെ ചപ്പാത്തി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതുകളൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒലിവ് ഓയിലൊക്കെ സ്ഥിരം ഉണ്ടാവും വീട്ടിൽ. എക്സ്ട്രാ ഒലിവ് ഓയിൽ ചേർത്ത് വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് നല്ല അത് മതി ശരിക്ക് നമുക്ക് ചപ്പാത്തി കഴിക്കാനായിട്ട്. പല കളറുകളാണ്. നല്ല ഭംഗിയുണ്ട് ഈ മിളക് ശരിക്കും. ബ്രൗൺ, റെഡ്, ഡീപ്പ് റെഡ് ഉണ്ട്, ബ്രൗൺ ഉണ്ട്. ഇത് കുറച്ച് കേടായതാണ്. ഇത് ശരിക്കും ഉണങ്ങിയതല്ല. പക്ഷെ ഇനി നിന്നാൽ ഇതൊക്കെ കേടായി പോവും. മാത്രമല്ല ഇപ്പോൾ ഈ തത്ത അറിയാലോ, തത്ത അതുപോലെ മയില്. തത്ത ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. ഇതൊക്കെ ഈ മിളക് തിന്നുന്ന ആൾക്കാരാണ്. അവരിത് കണ്ണിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അടിച്ചു മാറ്റും. അപ്പോൾ
പിന്നെ നമുക്ക് കഴിക്കാൻ കിട്ടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ പൊട്ടിച്ചെടുക്കണം. അടുത്ത ബാച്ച് റെഡിയായി വരട്ടെ. അപ്പോൾ ഇന്ന് പറ്റുമോ അറിയില്ല. എന്തായാലും അടുത്ത ദിവസം തന്നെ ഇതുകൊണ്ട് ചിപ്പോട്ടിലെ ഡിപ്പ് സോസ് ഉണ്ടാക്കിയിട്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഷെയർ ചെയ്യും. ഇത് മുഴുവനായിട്ടില്ല. ദിസ് ഇസ് ദ ലാസ്റ്റ് വൺ. ഇത്രയും മിളക് നമുക്ക് കിട്ടി. ഇതിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് കളേർഡ് വൺ. ചുവപ്പ് നല്ല കളറിൽ വന്നിട്ടുള്ളത് ഇതാണ്. ആ ഒരു പിരിയമുളകിൻ്റെ ടെക്സ്ചറിലേക്ക് വന്നത്. അതുപോലെ ബ്രൗൺ ഉണ്ട്. അങ്ങനെ ഒരു 2-3 കളറുകളിൽ ഈ മിളക് പൊട്ടിച്ചതിലുണ്ട്. ഇതൊക്കെ കൂട്ടി ഇന്ന് ഉണങ്ങിയതും പച്ചയും ഒക്കെ കൂട്ടി അരച്ചിട്ടാണ് ഇന്നത്തെ പ്രിപ്പറേഷൻ ഡിപ്പ് സോസ്. വെൽക്കം ബാക്ക് ടു ജോർജ് ദ ഇന്ത്യൻ ഫാമർ. ഈ കാണുന്ന ടെറസിൽ ഇതിനു മുമ്പ് പലതരം പച്ചമുളകിൻ്റെ കൃഷി ചെയ്തിട്ടുണ്ട് ഞാൻ. അത് നെയ്മുളക് അല്ലെങ്കിൽ മാലിമുളക്, കിഴക്കൻ മുളക്, ചൂന്യം മുളക്, അങ്ങനെ പലതരം മുളകുകളുടെ കൃഷി ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന മുളകുകൾ ഒരു 3-4 തൈ ഉണ്ട്. ഇത് പിരിയമുളകിൻ്റെ ഒരു വകഭേദമാണ്. ശരിക്കും ഇത് മെക്സിക്കൻ ഒറിജിൻ മുളകാണ്. ചിപ്പോട്ട്ലെ ചില്ലീസ് എന്ന് പറയും. ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പിരിയൻ മുളകാണ്. കാശ്മീരി ചില്ലി അല്ല, പിരിയൻ മുളകായിട്ട് വരും. ഇത് നല്ല ബ്രൈറ്റ് റെഡ് കളറിലുള്ളതാണ്. ഇപ്പം നേരത്തെ കണ്ട ആ മുളകുകളുടെ കളറ്. ഇത് മുമ്പ് ഉണ്ടായത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായി. ഇതുകൊണ്ട് ചിപ്പോട്ട്ലെ ഡിപ്പ് സോസ് എന്ന് പറഞ്ഞിട്ട് ഈ മെക്സിക്കൻ ഡിഷുകളിലാണ് ഇത് അധികം ഉപയോഗിക്കുക. സൈഡ് ഡിഷായിട്ട് നമുക്ക് ഫ്രൈഡ് ചിക്കനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മുക്കി കഴിക്കാൻ, മോമോസ് ഇതൊക്കെ മുക്കി കഴിക്കാൻ നല്ല ഒരു സൈഡ് ഡിഷായിട്ട് ചെയ്യാം. ചിപ്പോട്ട്ലെ ഡിപ്പ് സോസിൻ്റെ റെസിപ്പിയിൽ പല ഇൻഗ്രീഡിയൻസും കാണാറുണ്ട്. പക്ഷേ ബേസിക്കലി ഈ ചിപ്പോട്ട്ലെ ചില്ലീസ് എന്തായാലും അതിലുണ്ടാവും. അത് ചിലരത് പിക്കിൾ ചെയ്ത ടൈപ്പ് എന്ന് പറഞ്ഞാൽ കാൻഡ് ചില്ലീസ് യൂസ് ചെയ്യും. നമ്മളിവിടെ ഫ്രഷ് ചില്ലീസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഉണങ്ങിയത് ഇപ്പോൾ അതിലൊരെണ്ണം മാത്രമാണ് ഉണങ്ങിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ കാഷ്നട്ട് ഒരുവിധം എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. മയോനൈസ് ഓഫ് കോഴ്സ് ഉണ്ട്. പിന്നെ സവർ ക്രീം എന്ന് പറയും. അതിന് പകരം ഞാൻ യോഗട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 2 തരം മയോനൈസ് ഉണ്ട്. ഒന്ന് ഇത് റോസ്റ്റഡ് ഗാർലിക്കും ഒന്ന് നോർമൽ മയോനൈസും. പിന്നെ ഈ ഗ്രീക്ക് യോഗട്ട് അത് ചിലർ സവർ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പലരും ഹണി യൂസ് ചെയ്യുന്നുണ്ട് ഒരു മധുരം കിട്ടാനായിട്ട്. ഞാനിവിടെ വേറൊരു സാധനം ആഡ് ചെയ്തത് അതിൽ സിസെമി സീഡ്സാണ്, എള്ള്. ഇപ്പോൾ ഇത് നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള ചിപ്പോട്ട്ലെ ചില്ലി അരച്ച് നല്ല റെഡ്, ഓറഞ്ച് റെഡ് എന്ന് പറയാം, പേസ്റ്റായി അത് ചേർക്കും. പ്ലസ് മറ്റുള്ള സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് അതിൽ ചേർത്തു. അപ്പോൾ അതിൽ മയണൈസ്, ഗ്രീക്ക് യോഗട്ട് ഇത് ഒന്ന് റോസ്റ്റ് ചെയ്തു. രണ്ടും കാഷ്നട്ടും സെസ്മി സീഡ്സും ഒന്ന് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തു. അതിന് ശേഷമാണ് അത് അരച്ചത്. ഒരു ബൗളിൽ ഇതിപ്പോൾ ഇത് ചെറിയൊരു ഗ്രൈൻഡറിൽ അരച്ചെടുത്തു. കാഷ്നട്ട്സും സെസ്മി സീഡ്സും റോസ്റ്റ് ചെയ്തതിന് ശേഷം അരച്ചെടുത്തു. അത് ഈ ബൗളിലെ ചില്ലിയുടെ കൂടെ ചേർത്തു. ഇപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ ഈ മയണൈസ് ചേർത്തു. ഇത് നോർമൽ മയണൈസ് വൈറ്റ്, ഇതാണ് ഗാർലിക് ചേർത്തിട്ടുള്ള ഒരു ലൈറ്റ് എന്താ പറയുക ഒരു ക്രീം കളറിലുള്ള മയണൈസാണ് ഗാർലിക്, റോസ്റ്റഡ് ഗാർലിക് ചേർത്തിട്ടുള്ളത്. അതുകൂടാതെ ഞാൻ ഫ്രഷ് ആയിട്ടുള്ള ഗാർലിക് തൊലി കളഞ്ഞ് അതിനെ ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുത്തു, അതും ചേർത്തു. അതുപോലെ ഇതിൽ ചേർക്കുന്നൊരു സാധനമാണ് ലൈം ജ്യൂസ്. അപ്പോൾ ലൈം ജ്യൂസിന് ഞാൻ ഇസ്രായേലി ലെമൺ, ഈ കാണുന്ന ലെമൺ കുറേ നാളുകളായിട്ട് വീട്ടിൽ ഉണ്ടായിരുന്നതാണ്. രാത്രിയായിരുന്നു ഇത് ചെയ്തത്. എന്നിരുന്നാൽ തന്നെ ഒരു ടോർച്ചൊക്കെ എടുത്ത് പോയിട്ട് ഫ്രഷായിട്ട് ഒരു ഇസ്രായേലി ലെമൺ പൊട്ടിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഇത് ശരിക്കും ലെമൺ നമ്മുടെ സാധാരണ ചെറുനാരങ്ങയുടെ ഒക്കെ ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ സൈസ് എന്ന് പറയാം. പക്ഷേ ഇതിപ്പോഴും മൂത്തിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇതിൻ്റെ അല്ലികൾ ശ്രദ്ധിച്ചാൽ അറിയാം, അതൊന്നും മുഴുവൻ ഡെവലപ്പ് ചെയ്തിട്ടില്ല. എന്തായാലും കുറച്ച് ജ്യൂസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ അത് യൂസ് ചെയ്യാനായിട്ട് പോയി അത് പൊട്ടിച്ചു കൊണ്ടുവന്നു. അത് ഇതിൽ ചേർക്കുന്നുണ്ട്. ഇത് ഫ്രഷ് ഗാർലിക് ഞാൻ പറഞ്ഞില്ല, എണ്ണയിൽ വഴറ്റിയെടുത്താണ്, അതും ചേർത്തു.
ഈ ഗാർലിക് ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത്. അതിനുശേഷം എല്ലാം കൂടി അരച്ചിട്ടുള്ള ടിപ്പ് സോസ് ഇതാണ്. ഇപ്പോഴത്തെ ഒരു അതിൻ്റെ കളർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മറ്റ് യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കിയാൽ കാണാം. അതിൽ ഇതുപോലെയുള്ളൊരു കളറാണ്. അതിൻ്റെ ശേഷം ഞാനിപ്പോൾ ബൗളിൽ ഒലിവ് ഓയിലും ചേർത്തു. ഒലിവ് ഓയിൽ ചേർത്ത് കഴിയുമ്പോൾ അതിനൊരു മിഡിൽ ഈസ്റ്റ് ടച്ച് വരും. ചിലർ ഒലിവ് ഓയിൽ ചേർക്കണില്ല. എന്നിരുന്നാൽ തന്നെ എനിക്ക് ഒലിവ് ഓയിൽ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അത് ഒലിവ് ഓയിൽ ചേർത്താണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ that's all for today. Thank you. Bye.